ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് പെരളനാണ്. അപ്പോൾ ബീഫ് പെരളൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ അടുക്കളയ്ക്ക് വിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് പാചകം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പറമ്പിൽ ഇരുന്നിട്ടുള്ള പാചകം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് നാളികേരക്കൊത്താണ്. അപ്പോൾ നാളികേരക്കൊത്ത് എന്ന് പറയുന്നത് ഞാനൊരു അര നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തിട്ടുണ്ട്. ചെറിയ നാളികേരത്തിൻ്റെ എടുത്താൽ മതിയാവും. അതൊക്കെ നമുക്ക് ഒരുപാടായാലും മതിരിച്ച് പോകും. ഇത് ഞാൻ ഫുള്ള് ഇടുന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഇത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഇത്ര മതി, നമുക്ക് ഇത്രയും ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുക്കണല്ലോ. ഈ ബാക്കി ഇവിടെ അടുത്ത് പിള്ളേരൊക്കെ ഇരിക്കേണ്ടവർക്ക് എടുത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ബീഫിൻ്റെ നെയ്യുണ്ടല്ലോ അതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ബീഫിൻ്റെ നെയ്യാകുമ്പോഴുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത്, ബീഫിൻ്റെ നെയ്യാകുമ്പോഴേ ഒരുപാട് ഒരു മട്ടപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ഓയിലിൽ ചെയ്യേണ്ടത്, ഞാൻ ഒരുപാട് ബീഫിൽ നെയ്യുണ്ട് വെച്ചെങ്കിൽ ഞാനത് മാറ്റി കളയാറാണ് പതിവ്. കാരണം എരിവൊന്നും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാത്ത ഒരു ഇത് തോന്നും. അപ്പോൾ അത് കാരണം വേണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ മിൽമ നെയ്യൊക്കെ ഉണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ബട്ടറിലോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം. ഓരോ വെറൈറ്റികളാണല്ലോ. അപ്പം നമ്മൾ ഓയിലിൽ ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. വെളിച്ചെണ്ണയിലെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് പതയണേന്നറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് കാരണം അതും ഈ നാളികേരക്കുത്തിലെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നന്നായി വറുത്ത് വരുമ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ ഇതുപോലെ പത വരാറുണ്ട്. ഞാൻ സാമ്പാറിനൊക്കെ വറുക്കുമ്പോഴല്ലേ ഇതുപോലെ പത വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വരുന്നതാണ്. ഇത് പ്രശ്നമുള്ള കാര്യമല്ല. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നമുക്ക് അത്യാവശ്യം നല്ലോണം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്ക് നല്ലവണ്ണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ തീയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ കുറച്ച് കുറവായിരുന്നു. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 10-30 ചുവന്നുള്ളി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചേർക്കാൻ ഇപ്പോൾ നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ട് മടിയൊക്കെ ഉള്ളവർക്ക് സവാള ചേർക്കാം. പക്ഷേ ടേസ്റ്റ് ചുവന്നുള്ളിക്കായിരിക്കും. നമ്മളൊരു 10-30 ചുവന്നുള്ളിയോളം ചേർത്തിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് ഇത് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫിനെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ബീഫ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ഒരു 750 ഉണ്ടായിരിക്കും. അതിനുള്ള ഒരു അളവാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ബീഫ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് മുമ്പ് തന്നെ. കാരണം ബീഫ് മാത്രമായ കാരണം നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത കാരണം തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉപ്പ് കൂടി പോവും. അതുപോലെ തന്നെ നമ്മൾ മസാലയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എങ്കിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തതാണ്. മല്ലിയും അതുപോലെ വറ്റൽമുളകും മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത മസാല ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ മസാല നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണിത്. ഈ മസാല നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മസാല പൊടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ അത്. അപ്പം നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇപ്പോൾ ബീഫിലുള്ള കുറച്ച് വെള്ളം മാത്രമാണ്. ഇപ്പം നമ്മൾ കുക്കറിലൊക്കെ ആകുമ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാറില്ല. പക്ഷെ അതുപോലെയല്ല ഇതിൽ കിടന്നിട്ട് ആകുമ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവുന്നതിന് ആ ഒരു ടൈമിലുണ്ടല്ലോ നിങ്ങൾ ഇതിലത്തെ മസാല പൊടിച്ചത് ഒന്ന് പോയി കണ്ടിട്ട് വരും. അപ്പം നമ്മൾ ഇതിലേക്ക് മസാല എന്തായാലും നമ്മൾ വിറകടുപ്പിൽ നാടൻ രീതിയിലൊക്കെ ചെയ്യുക കാരണം തന്നെ മല്ലി മുളകൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കാം. നമ്മളൊരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ബാക്കി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വറ്റൽമുളക് എടുത്താൽ അത് നല്ല കളറൊക്കെ കിട്ടും. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയാണ്. മല്ലി ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇത്രയും പോകുന്നൊരു കഷ്ണം ജാതിക്കയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാതിപത്രി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം, ഒരു 4 കരയാമ്പൂ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതിയാവും. ഞാനിത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് എന്തായാലും പൊടിക്കേണ്ടതാണല്ലോ എൻ്റെ ഗരം മസാല കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും ഐറ്റംസ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗരം മസാല എടുത്താലും മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ, അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതുപോലത്തെ ടീസ്പൂണിൽ 2.5-3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാലയാണ് ചേർക്കേണ്ടത്. മീറ്റ് മസാല ഞാൻ ഇതേ ടീസ്പൂണിൽ തന്നെ മീറ്റ് മസാല ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അല്ല എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കും. ഇത് നന്നായിരുന്നൊന്ന് വെന്ത് വന്നോട്ടെ. എന്തായാലും ഇതിൻ്റെ ആവിവെള്ളമൊക്കെ വീഴുമ്പോൾ വെള്ളം അത്ര പെട്ടെന്ന് വറ്റിയൊന്നും വരില്ല. അത്യാവശ്യം ടൈം നമുക്ക് എന്തായാലും വേണ്ടി വരും. എന്നാലും തന്നെയാണ് ബീഫ് നന്നായി വെന്ത് കിട്ടുള്ളൂ. പിന്നെ ബീഫ് പെട്ടെന്ന് നമുക്ക് നല്ല ടെൻഡറായിട്ട് കിട്ടാന്ന് വെച്ചില്ലേ, നമ്മുടെ കൊപ്പക്കായ ഉണ്ടല്ലോ, കൊപ്പക്കായയുടെ പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ഉലുവ ഒരു 2-3 ഉലുവ ഇട്ടുണ്ടെങ്കിൽ ബീഫ് പെട്ടെന്നായി വെന്ത് കിട്ടും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉലുവ ഇന്ന് ഇട്ട് നോക്കാം കേട്ടോ. അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഞാൻ എനിക്കതൊരു പുതിയ ടിപ്പ് കിട്ടിയതാണ്. അപ്പം എന്തായാലും അതൊന്ന് നോക്കി നോക്കാം നമുക്ക്. ഞാൻ പോയിട്ട് കുറച്ച് ഉലുവ എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ബീഫ് ഇപ്പോൾ 1 മണിക്കൂറായിട്ടില്ല, ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നോക്കിയപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് വലിയ അനക്കൊന്നും തട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അല്ല വെച്ചിങ്ങനെ തീയൊക്കെ നല്ല തീയുണ്ട് വെച്ചിങ്ങനെ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഇളക്കി. ഇപ്പോൾ നമ്മളിത് ഇളക്കി നമ്മളൊരു 4 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. 4 മണിക്ക് തുടങ്ങിയ പരിപാടി കേട്ടോ. ഇപ്പോൾ സംഭവം 6 മണിക്ക് 2 മണിക്കൂർ ഏകദേശം. 4 മണിക്ക് എന്ന് പറഞ്ഞാൽ
അടുപ്പൊക്കെ പൂട്ടി അങ്ങനത്തെ തുടക്കമായിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ പാചകം ചെയ്ത് തുടങ്ങിയിട്ട് 4:45 കൂടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. 1 മണിക്കൂറും കഴിഞ്ഞു, 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. വീഡിയോ ഇപ്പോൾ എന്താവുക എന്തോ. ആൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അനുമാനിക്കത് നല്ല അടിപൊളി ബീഫ് തന്നെയാണ് കേട്ടോ. സംഭവം നമ്മളൊരു രസത്തിന് തുടങ്ങിയ ഒരു ഇതാണ്. സംഭവം കാണുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വെന്ത് വന്നിട്ടില്ല. നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം തീനോട് സ്വിമ്മാവാൻ പറഞ്ഞാൽ തീ സ്വിമ്മാവണില്ല. അടുപ്പിൽ വിറക് ഇപ്പോഴാണ് നല്ല ഫോമിലായി വന്ന സമയം തോന്നുന്നുണ്ടേ. ഭയങ്കര നല്ല കണലൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി വേണം. അപ്പം തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചോ. സംഭവം കൈവിട്ട് പോയി. അത്യാവശ്യം നല്ല ഇട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് കേട്ടോ ഇരിപ്പ് അങ്ങനെ വെന്ത് വന്നില്ല. നമ്മൾ വീണ്ടും ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തുന്ന്. അപ്പം നന്നായി തിളച്ച് വരണ്ട. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ടാവാം. കാരണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഇത് ഒരുവിധമായി വരുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റി വന്നോട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് ഒന്നുകൂടി വറ്റി വന്നിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവില്ലേ? നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് നല്ലോണം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു 2-3 ടീസ്പൂണൊക്കെ ഉണ്ടായിരിക്കുമല്ലേ, അത്രയുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മല്ലിയില അതുപോലെ കറിവേപ്പില ഇതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുത്ത് അത്യാവശ്യത്തിന് ഇതിനകത്ത് മുഴുവനും കറിവേപ്പില ആയിരിക്കും. പക്ഷേ കറിവേപ്പില നല്ലതാണ് നമുക്ക് കഴിക്കേണ്ടതൊക്കെ. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി വെള്ളം വറ്റി വന്നോട്ടെ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ കൈയോടെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നെ കേട്ടോ. ഇതെന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോകുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് ആയി വന്നിട്ടുണ്ട്. നല്ല കിടുക്കനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ആയി വന്നു. സംഭവം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു വേവ് വേറെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ വേവും വേറെ തന്നെയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുക്കർ വേവ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നല്ല അടിപൊളി ആ അവസാനം കുരുമുളക് ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ എരിവുണ്ടല്ലോ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടി അടിപൊളിയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. കാരണം അത്യാവശ്യം 2-3 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ പുറത്തിരുന്നിട്ട്. അവസാനിക്കായപ്പോൾ കൊതുകടിയൊക്കെ ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഒരു ബീഫ് പെരളൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാട്ടെ, നമുക്ക് ഒരു പകുതി വേവിൽ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഉരുളിയിൽ ആക്കിയ. പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്